ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നതും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഞാനത് എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്നാണ് ആലോചിക്കുന്നത്. കാരണം എനിക്ക് ഇതിൻ്റെ പിന്നെ ഒരു വലിയ കഥയും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ മെയിൽ വന്നിരുന്നത്. സിംഗപ്പൂരുള്ള ഡിസ്നിയുടെ ക്രൂസ് ഉണ്ടല്ലോ, അതിൽ പോകാൻ വേണ്ടിയിട്ട് സെലക്റ്റഡ് ആണ്, താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ താല്പര്യം ഉണ്ടെന്ന് ഞാൻ ഒബ്വിയസ് താല്പര്യം ഇല്ലാണ്ടിരിക്കും, താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ഏട്ടനോട് പറയായിരുന്നു, എനിക്ക് തെറ്റി അയച്ചതാണോ? ആസ് യൂഷ്വൽ എൻ്റെ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണർന്നു വന്നു. അപ്പോൾ സ്ഥിരം നമുക്കുള്ളൊരു സാധനമാണ്, എനിക്ക് സ്ഥിരമുള്ളൊരു സാധനമാണ്. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ ഫസ്റ്റ് വിചാരിക്കാം എനിക്കായിരിക്കില്ല, തെറ്റി വന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എപ്പോഴും വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് പറയണം, ഇല്ലമ്മൂ ഇത് നിനക്ക് വന്നതാണ്, നിൻ്റെ ഹാർഡ് വർക്കിനുള്ളതാണ്. അപ്പോൾ ഞാൻ ശരിയാണ്, അതെ, ഐ ഡിസേർവ് ഇറ്റ്. എൻ്റെ തെറപ്പിസ്റ്റ് എന്നെ ഫസ്റ്റ് സെഷനിൽ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അശ്വതിയുടെ ഈ അനാവശ്യ ഈ ഒരു ഗ്രേറ്റ്ഫുൾനെസ്, അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഞാനിതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു സാധനം മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്നിയുടെ ക്രൂസിൽ എനിക്കും ഏട്ടനും ഇമ്മക്കുട്ടിക്കും എൻ്റെ ഫാമിലിക്ക് പോകാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ സ്പോൺസർ ചെയ്യുന്നുള്ളതാണ്. അത് 7 ദിവസം പിന്നെ ഭയങ്കര ഹാപ്പി. അപ്പോൾ എന്തായാലും പോകാൻ എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ്, അപ്ലൈ ചെയ്യേണ്ട ടൈം ആയപ്പോഴാണ് ഇമ്മക്കുട്ടിക്ക് ആനുവൽ എക്സാമിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഡെസ്പായിപ്പോയി. ഞാനിങ്ങനെ ഇമ്മൂനെ കൊണ്ടുപോകാൻ നമുക്ക് ഡിസ്നി ക്രൂസിൽ അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് അത് പോയി. അപ്പോൾ തന്നെ എനിക്ക് പകുതി ആ ഒരു ഇതങ്ങ് പോയി. വർക്ക് ട്രിപ്സ് നമ്മൾ ഇമ്മക്കുട്ടി ഇല്ലാണ്ടും പോയിട്ടുണ്ട്, ഞാൻ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഇതല്ലല്ലോ, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. എബ്രോഡ് കൺട്രി, ഡിസ്നിയുടെ ക്രൂസാണ്. കുട്ടിയും കൊണ്ട് പോവാം, ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ പോവാം, അമ്മയും കൂട്ടാം, എക്സ്ട്രാ വേണമെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷേ ഇതെങ്ങനെയായപ്പോൾ പറ്റില്ലായിരുന്നു. ഇമ്മുൻ്റെ എക്സാം കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഇത് ഒന്നാമത് സെൻട്രൽ ഗവൺമെൻറ് സ്കൂളാണ്, അപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനും അമ്മയും കൂടെ പോകാം എന്നുള്ള രീതിയിലായി. അങ്ങനെ ഞാൻ ഇച്ചിരി വിഷമത്തോടെയാണെങ്കിലും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തൊക്കെ റെഡിയാക്കി, ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തു, ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അവരാണ് കേട്ടോ ചെയ്യണേ. എന്നിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് മാത്രം വിസ കിട്ടിയില്ലടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ സ്റ്റോറീസ് പേളിമണിയുടെ ഒക്കെ സ്റ്റോറി കാണുമായിരുന്നു. ഞാൻ പേളിമണി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അപർണ തോമസും ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ തന്നെ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാം കിട്ടിയിട്ടും പോകാൻ പറ്റാത്ത ഹതഭാഗ്യം ഞാനാണ്. പിന്നെ അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും അസ്വി വരണമെന്ന് നമുക്കുണ്ടായിരുന്നു, വിസയുടെ കാര്യം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്, സാരില്ല അസ്വി, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അടുത്തത് ബുക്ക് ചെയ്തു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി ക്രൂസിലേക്ക് തന്നെയാണ് നമ്മൾ പോണേ, പക്ഷേ സെയിൽ ചെയ്യില്ല. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് സെയിൽ ചെയ്യും, നമ്മൾ 6-7 ദിവസം ആ ഷിപ്പിൽ തന്നെയായിരിക്കും. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഷിപ്പ് തിരിച്ചെത്തുമല്ലോ, തിരിച്ചെത്തിയിട്ട് അത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചെത്തിയിട്ട് അവർക്കൊരു ബിഗ് പ്രോഗ്രാം ഉണ്ട്, ഒരു എൻഡിങ് സെറിമണി ഉണ്ട്. അത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഗെയിൻ അവർ ഫുൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 5 ദിവസമുണ്ട് നമ്മളവിടെ. അപ്പോൾ അവർ സ്റ്റേയും എല്ലാം ബുക്ക് ചെയ്തു എനിക്കും അമ്മയ്ക്കും വേണ്ടി. അപ്പോഴും ഇമ്മക്കുട്ടിക്ക് എക്സാം ആട്ടോ. കറക്റ്റ് നോക്കണം, അവർക്ക് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ലീവായിട്ട് വന്നിട്ടുള്ള എക്സാംസ് ആണ്. അപ്പോൾ കറക്റ്റ് ഈ പോണ പോക്കിലും ഇമ്മക്കുട്ടിക്ക് എക്സാമാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ടാണ് കണക്കാക്കണത്. അപ്പോൾ വിസയും വന്നിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ സിംഗപ്പൂർ ലാൻഡ് ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ ഞങ്ങൾ സിംഗപ്പൂർ എത്തി എന്നുള്ളത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ക്രൂസിലുണ്ടാവും, അത് കഴിഞ്ഞാൽ ബാക്കി 3 ദിവസം കറക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അമ്മയെ സിംഗപ്പൂർ കാണിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓരോ ഗോൾസ് വെക്കാറില്ല. അപ്പോൾ ഈ വർഷവും ഞാൻ ട്രിപ്പ് വിത്ത് അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാനും അമ്മയും കൂടെ കശ്മീർ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം നമുക്ക് സിംഗപ്പൂർ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ ഇമ്മക്കുട്ടി ഞാനും ഏട്ടനും കൂടെ ഓൾറെഡി സിംഗപ്പൂർ പോയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി പോയതിൽ വിഷമമുണ്ട്. അതൊരു ഹ്യൂജ് സാധനമായിരുന്നു. എൻ്റെ കയ്യിൽ വന്ന് എത്തിയിട്ട് അത് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഞാനിപ്പോൾ ഓക്കെയാണ്, കണ്ണീര് തുടച്ചിട്ട് പറയുന്നു. ആദ്യത്തെ ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, എനിക്ക് നല്ല വിഷമമായിപ്പോയി. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടും മുന്നേ ഞാൻ എൻ്റെ ടാർഗറ്റ്സ് എഴുതിയിട്ടുള്ള കാണിച്ചു തരാം കേട്ടോ. അതാ ട്രിപ്പ് വിത്ത് അമ്മ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി വന്നിട്ട് ടിക്കിടാം. തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട് കേട്ടോ, ഫാമിലി ട്രിപ്പ്. അത് യൂട്യൂബ് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ നമ്മളെ കൊണ്ടുപോയിട്ടില്ല. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് എന്തായാലും. ഞാൻ ഇതിൽ നിന്നുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതെനിക്ക്
എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കുറേ പേരുടെ ഇപ്പോൾ എൻ്റെ ഏജിലുള്ള കുറച്ച് പേർക്കെങ്കിലും നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നേ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തന്നെ എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നിലയിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓ ഞാൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഒരു പോയിന്റും കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ എനിക്ക് ആ വിചാരം കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല, ഞാൻ 10 വർഷത്തിന് മീതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് പോലും എടുക്കാണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്നും 3000-ന് മീതെ വീഡിയോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്, അസ്മി മലയാളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അസ്മി ബ്ലോഗ്സിൽ വേറെ, ഇൻസ്റ്റഗ്രാമിൽ വേറെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ഫസ്റ്റ് എൻ്റെ തലയിൽ കയറണമായിരുന്നു. പിന്നെ നല്ല പ്രൊആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തെടുക്കണമായിരുന്നു. വി ഷുഡ് ബി സ്മാർട്ട് ഇനഫ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. നമ്മളിങ്ങനെ മന്ദഹസിച്ച് നിൽക്കാൻ പാടില്ല. പക്ഷേ ഇത് അതുകൊണ്ടല്ല കേട്ടോ വിസ എനിക്ക് കിട്ടിയില്ല, അതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. ആരെനിക്കിങ്ങനെ തുരുതുരേന്ന് മെസ്സേജ് അയക്കണം. അപ്പോൾ എന്തായാലും അതെനിക്ക് ഫസ്റ്റ് കാര്യമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇനി ഞാനൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ ഒന്ന് പിന്നാക്കം നിൽക്കില്ല. അതും കൂടി ഞാൻ ഇതിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് നമുക്ക് ലൈഫിലുണ്ടാവും. ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ വിസ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും സങ്കടം ഉണ്ടാവും. എനിക്കും സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് നേരം കരഞ്ഞു. കാരണം ഇപ്പോൾ ഒബ്വിയസ്ലി ഏട്ടൻ എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പറയൂലേ, മോട്ടിവേറ്റ് ചെയ്ത് കുഴിച്ചടിക്കുന്നത് നിവിൻ പോളി പറയില്ല, അതേപോലെയാണ്. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അമ്മു നീ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിക്കറ്റൊക്കെ സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ശരിയാണ്, അവരായിട്ട് തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അൺഫോർച്ചുനേറ്റ്ലി അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ നിനക്കിതെല്ലാം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, അത്രയ്ക്ക് ഹാർഡ് വർക്കിംഗ് ആണ് നീ പൊളിയാണ്, നീ വിഷമിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇമ്മക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്മും പറഞ്ഞു, സാരില്ല അമ്മു, കുഴപ്പമില്ല, അത് ശരിയാവും, കുഴപ്പമില്ല, വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഇനിയും പറ്റും, ഇനിയും ഓപ്പർച്യൂണിറ്റി വരുന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ പിന്നെ ഓക്കെ വിഷമിച്ചു, കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ അപ്പം തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആയി. അപ്പം തന്നെ അവർ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് വിളിച്ച് എനിക്കിത് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നു. വിസ കിട്ടില്ല എന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. എന്ത് നന്നായിട്ടാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. വിസ വന്നില്ല, എന്നെ വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ഇത് ഈ ഫുൾ ട്രിപ്പ് സ്പോൺസർ ചെയ്ത് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഫുൾ ഓൺ ഒരു ട്രിപ്പായിട്ട് സ്പോൺസർ ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഫുൾ എക്സ്പെൻസ് ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൽ സീറ്റ് അടക്കം ഫുഡ് അടക്കം ബുക്ക് ചെയ്ത് സ്റ്റേ ആണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് കേട്ടോ എന്നെ വിടുന്നത്, ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ പടപടപടയെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു, വളരെ പ്രോംപ്റ്റായിട്ട് എല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്യുക. ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി എന്ന് വിചാരിക്കുക, വിഷമിക്കുകയാണത് വിഷമിച്ച് തീർത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഞാൻ പഠിച്ചു. അപ്പോൾ ഇപ്പം എന്തായാലും നാളെ രാവിലെയാണ് പോണത്. നാളെ രാവിലെ നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണ് പോണത്. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അങ്ങനെയാണ് അവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഉണ്ണിപ്പോൾ അവിടെയാണ്. ഉണ്ണി ആരെയും കൂടെ നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ അവിടെ വീട്ടിൽ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ള സമയം. പിന്നെ ഇപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് തനിയെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏട്ടനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെയുണ്ട്. അതും അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മൾ മലേഷ്യ പോയ സമയത്ത് ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ലോജിസ്റ്റിക് സാധനങ്ങളൊന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കി ചെയ്യാൻ അത്ര അങ്ങോട്ട് ഇതില്ല. എൻ്റെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എനിക്കിതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരാളാണ് ഞാൻ. എനിക്ക് ഇങ്ങനത്തെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എവിടെ നിന്ന് കയറണം, എങ്ങനെ പോകണം, അങ്ങനെ. പക്ഷേ ഞാൻ ചെയ്യും, ഒറ്റയ്ക്ക് പോകലുണ്ട്. അതുപോലെ നമ്മൾ വർക്ക് ട്രിപ്പിനൊക്കെ അങ്ങനെ പോകാറുണ്ടല്ലോ. പക്ഷെ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇന്ത്യക്കകത്തായതുകൊണ്ട് നമുക്ക് സുഖമാണ്. ഹിന്ദി ഉണ്ടല്ലോ, അത് വെച്ച് സംസാരിച്ച് നമുക്ക് ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ സിംഗപ്പൂർ പോലെയൊക്കെ അങ്ങനെയൊക്കെ തനിയെ പോകുമ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ അമ്മയും കൊണ്ടാണല്ലോ പോണത്. അപ്പോൾ രണ്ട് ഇതുണ്ട്, എനിക്ക് ടെൻഷനും ഉണ്ട്. ഇങ്ങനെ തന്നെ വെച്ച് ഞാൻ അമ്മയും കുട്ടിയാണ് പോണേ, പക്ഷെ ഞാനാണല്ലോ എല്ലാം ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പ്ലസ് എനിക്ക്
സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട്. അമ്മയെ കൊണ്ട് കാണിക്കാൻ പറ്റുക എന്നുള്ളത് നല്ല സന്തോഷമാണ്. കാരണം അമ്മയ്ക്ക് പണ്ട് മുതലുള്ള ആഗ്രഹമാണ് സിംഗപ്പൂർ കാണണം എന്നുള്ളത്. അപ്പം അച്ഛൻ പറയുമായിരുന്നു എന്തായാലും നമുക്ക് പോവാം, കൊണ്ടുപോകാം, അപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ അച്ഛൻ ഉണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ അത് അമ്മയ്ക്ക് ഇങ്ങനെ സിംഗപ്പൂരിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടമായിരുന്നു. ഫസ്റ്റ് അച്ഛനില്ലല്ലോ എന്നുള്ളത്. അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനെയും കൂട്ടി പോവായിരുന്നു. അതൊരു വിഷമമായിപ്പോയി. എന്തായാലും ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം, ഞാൻ സിംഗപ്പൂരിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ സിംഗപ്പൂർ കാണാമെന്നുള്ളതല്ല, മെയിനായിട്ട് ക്രൂസിൽ പോകാമെന്നുള്ളത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളതാണ്. അതിനെക്കാട്ടും കൂടുതൽ അമ്മ ഇതൊക്കെ കാണിക്കാം എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച അമ്മയും കൊണ്ട് ഈ 7 ദിവസം ഷിപ്പിൽ പോവുക എന്നുള്ളതായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം. പക്ഷെ അത് അയ്യോ പറയുമ്പോൾ കുറച്ചില്ല ഇല്ല, നമ്മൾ ഇനിയും വർക്ക് ചെയ്ത് നമുക്ക് ഇനിയും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തെടുക്കും. ശരിയാട്ടോ, ഈ വർഷത്തിൽ എൻ്റെ ആദ്യത്തെ ഡിപ്പാണ്. ഇനി ഒരു കയറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. നമ്മളൊരു ഡിപ്പ് ഉണ്ടാകുമ്പോൾ ഒരു കയറ്റം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റിയല്ലോ എന്നുള്ളതും എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യം. ഏട്ടനാണെങ്കിൽ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പോകാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാണ്, അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ നമുക്ക് ഡിസ്നി പോലെയുള്ളൊരു കമ്പനി നിന്നെ കണ്ടു എന്ന് വെച്ചാൽ നിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു, നിന്നെ എല്ലാ ചിലവെടുത്ത് കൊണ്ടുപോകുന്നു. എന്നെ മാത്രമല്ല ഫാമിലിയെ മൊത്തം കൊണ്ടുപോകാൻ അവർ റെഡിയാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പൊട്ടൻഷ്യൽ നിന്നിൽ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ടല്ലേ. അപ്പോൾ ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കുക, നിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ആണിതെല്ലാം. യു ഡിസേർവ് ഇറ്റ് എന്നുള്ളത് എപ്പോഴും എന്നിട്ട് ഏട്ടൻ പറയുമായിരുന്നു കേട്ടോ. പക്ഷെ അതുപോലെ ഏട്ടൻ എന്നോടും പറഞ്ഞു, നീ കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യണം. കാരണം ഞാൻ കൂടുതൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഡെയിലി ഒരു 4 വീഡിയോ ഇടുക, 3 വീഡിയോ ഇടുക, അതാണ് എൻ്റെ തലയിൽ ഏറ്റവും അധികം ഉള്ളത്. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കംഫർട്ടാണ്. അത് വിട്ടിട്ട് ബാക്കിയുള്ള ലോജിസ്റ്റിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇത്തിരി പാടാം. അപ്പോൾ ഏട്ടനും ടെൻഷൻ ഉണ്ട് കേട്ടോ, ഞാൻ തന്നെ പോകണേൽ തന്നെ വെച്ചാൽ ഞാൻ അമ്മയും കൂടെ പോകണേൽ എന്താക്കും എന്നുള്ളത്. കാരണം ഈ ക്രൂസിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 2-3 ദിവസം ഫുള്ള് കറക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ഫോർ അമ്മ അത് കാണാൻ വേണ്ടിയിട്ട്. എന്നെ കാണുന്ന എല്ലാവരോടും, എല്ലാ പെൺകുട്ടികളോടും, സ്ത്രീകളോടും, ഇപ്പോൾ ഈ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരോടും ഒന്നും പറഞ്ഞേനെ. പക്ഷേ ഞാൻ കൂടുതൽ സംബോധന ചെയ്യുന്ന സ്ത്രീകളെ തന്നെയാണ്, പെൺകുട്ടികളെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ ഞാൻ കൂടുതലും എൻ്റെ പ്രായത്തിലുള്ള ഒരു 35+ ആണ് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അങ്ങനെ പ്രായം എന്ന് പറയുന്നത് അതോടുക്കനെ എന്തെങ്കിലും കഴിഞ്ഞു അങ്ങനെയില്ല. നമുക്ക് എല്ലാ പ്രായത്തിലും നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. എല്ലാ പ്രായത്തിലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, എല്ലാ പ്രായത്തിലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, എല്ലാ പ്രായത്തിലും നമുക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാത്ത എല്ലാ സന്തോഷങ്ങളും നമുക്ക് സന്തോഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. യു ഡിസേർവ് ഓൾ ദ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ്. അപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, അത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ്. നമുക്കെല്ലാം പതിയെ വരും. ഇപ്പോൾ എനിക്ക് കോമൻസിൽ വരാറുണ്ട് ഹാർഡ് വർക്കും ലക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമ്പോഴേ. അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചേച്ചി ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, ലക്കും വേണം. ഇപ്പോൾ ചേച്ചി 10 വർഷമായില്ലേ ഈ ഫീൽഡിൽ, 2-3 വർഷം കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് ഫ്യൂ മന്ത്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നവരുണ്ട്. ചേച്ചി 10 വർഷത്തിന് മീതിയായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചേച്ചി അത്ര എത്തിയിട്ടില്ലല്ലോ എന്നുള്ള ഇത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ബിലീവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റാവുന്ന മാക്സിമം ഹാർഡ് വർക്ക് ഇടുക, നമ്മളതിൽ ഫോക്കസ് ചെയ്യുക. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല കേട്ടോ, അതിലൊരു സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. അതായത് നമ്മൾ പോണ ഡിറക്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയില്ല, ഓരോ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ 3 മാസം കൂടുമ്പോൾ നോക്കും അത് എങ്ങനെ പോകണു, അതിൽ നിന്ന് എനിക്ക് എത്ര ഇൻകം വരുന്നുണ്ട്, എവിടേക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ ലോങ് ഫോർമാറ്റ് ഷോർട്ട് ഫോർമാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും കൂടുതൽ നമ്മുടെ അസ്ഫി ഫാമിലിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ പാഷൻ ഇതാണെങ്കിലും അത് എങ്ങനെയാണ് നമുക്കതൊരു ഇൻകം ആക്കി എടുക്കേണ്ടതെന്നുള്ള ആ ഒരു സ്മാർട്ട് വർക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്നിട്ട് അത് കണ്ടിന്യൂസ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇവൻച്വലി നമുക്ക് വരും കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരും. ട്രസ്റ്റ് മീ, എനിക്ക് വരുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും വരും. ഞാൻ പറയാറില്ല അങ്ങനെ ഒരിക്കൽ പോലും സ്കൂളിൽ ഒരു സമ്മാനം മേടിക്കേ, ഒരു സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കേ, പാട്ട് പാടേ, ഒന്നുമില്ല. ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഒരു ടീച്ചർക്ക് അറിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.
അങ്ങനത്തെ ഒരു ലൈഫ് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, ഒരുപാട് കോംപ്ലെക്സ്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ല, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നൊരു സാധനം എന്താ വെച്ചാൽ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു ഞാൻ. ഐ യൂസ് ടു വർക്ക് ഹാർഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയിലെ മുതൽ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യും, പിന്നെ കുറേ തുന്നും, അങ്ങനെ കുറേ ഞാൻ എൻ്റേതായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് അതെല്ലാം പേ ഓഫ് ചെയ്യുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് പേ ഓഫ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് ഇത്ര പെട്ടെന്ന് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നല്ല ഞാൻ കാണുന്നത്. എനിക്കിപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അതിൽ തന്നെ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഐ തിങ്ക് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റൂടാ. അപ്പോൾ ഇങ്ങനെ എനിക്ക് കുറേ മെസ്സേജസ് വരാറുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ 36, 37, 38 വയസ്സാണ്, അപ്പം അങ്ങനെ ഒന്നുമില്ല, ലൈഫ് ആകെ ഡള്ളാണ്. ഇപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയണം, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു പാഷൻ ഉണ്ടാവില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും, അത് പറ്റും നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഹോം മേക്കറാണ്, അതിലാണ് നമ്മുടെ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നത് തന്നെയാണ്. കുറേ പേര് കുക്കിംഗ് തന്നെ ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റുന്നില്ലേ. ഗാർഡനിങ്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ജോലി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഓർഗനൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ആൻഡ് പൂനെ എന്നുള്ള കുട്ടിയാണ് കേട്ടോ, ചെറുപ്പം കുട്ടിയാണ്, പക്ഷേ വളരെ ഫേമസ് ആണ്. ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിലും ഡിസ്ട്രിക്ട്സിലൊക്കെ പോയിട്ട് ആ കുട്ടി ചെയ്തു കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ വീട് മൊത്തം ഓർഗനൈസ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ട്, ഗുളിക, പിൽസൊക്കെ എവിടെ കറക്റ്റായിട്ട് എങ്ങനെ വെക്കുന്നുള്ളത് അതൊക്കെ നമ്മളെ കറക്റ്റ് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയാണ് പോവുക. എന്നിട്ട് അവർ 6 മാസം കഴിഞ്ഞാൽ വന്ന് ഇത് ആദ്യം ഒതുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മനുഷ്യർ സ്വന്തം ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അത് വേറെ. പക്ഷേ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആ കുട്ടി എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ സാരി ഡ്രേപ്പിംഗ്, ഞാൻ ഒരു സാരി ഡ്രേപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിമ്പിൾ സാരി ഡ്രേപ്പിങ്ങിന് തന്നെ 500 രൂപയാണ്. അപ്പോൾ അത് ഇങ്ങനെ പോകും തോറും 1000, 1500 വരെയൊക്കെ ചാർജ് ചെയ്യും ഒരു സാരി ഡ്രേപ്പിംഗ് എന്ന് വെച്ചാൽ. ഡ്രേപ്പ് ചെയ്യാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, പ്രീ ഡ്രേപ്പ് ചെയ്ത് മടക്കി തരൂലേ, അതിനാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇന്നത് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴാവും കിട്ടാണ്ടാവുക ജോലിയുടെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മനസ്സും കണ്ണൊക്കെ തുറന്ന് നോക്കുകയാണ്. അതേപോലെ തന്നെ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും എന്ന കാര്യങ്ങളും മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ഇനീഷ്യലി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല. ഇറ്റ്സ് ഓക്കെ. എന്നാൽ അവരെ ഒരു ഭയങ്കര ശത്രുക്കളായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അവർ നമ്മളോടുള്ള കൺസേണും കൂടി കൊണ്ടായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ നമുക്കൊരു വിഷൻ ഉണ്ട്, നമ്മളതിൽ ഷുവറായിട്ടാണ് മുന്നോട്ട് പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവഞ്ച്വലി അവർ നമ്മുടെ കൂടെ നിൽക്കും. എഗെയിൻ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആർക്കും അറിയും കൂടി ഉണ്ടായിരുന്നില്ല. അറിഞ്ഞപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതല്ല, എല്ലാവരും നിർത്താൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം ശരിയാണ്, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ. ഏട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത്, അത് ആളെ ഡിപ്പെൻഡ് ചെയ്യരുത്, ആളോട് ഹെൽപ്പ് ചോദിക്കരുത്. അതായത് നിൻ്റെ ലൈഫാണ്, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യാന്നുള്ളതാണ്, വേറെ ആരുടെ പെർമിഷനാണ് നോക്കണ്ടേ എന്നുള്ളതാണ് ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്താ വെച്ചാൽ നമുക്കതിനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളത് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭർത്താവും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, മേ ബി ഞാൻ ചെയ്യുന്ന. കാരണം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആരെതിർത്താലും നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവൻച്വലി നമ്മുടെ കൂടെ വരും ആളുകൾ. ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഞാനത് എങ്ങനെ എത്ര സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റും അത്രയും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയണു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതി ഹോം മേക്കേഴ്സ് ആവരുത് എന്നല്ല ഞാൻ പറയാം. നിങ്ങളുടെ ഒരു ചോയ്സ് ആണെങ്കിൽ യു ക്യാൻ ബി എ ഹോം മേക്കർ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ടാവണം. നമ്മൾ നാളെ ജോലി വേണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അതേപോലെ തന്നെ ഒരു സർട്ടൻ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്. മാക്സിമം കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ബാങ്കിൽ പോണ കാര്യമാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും തനിയെ ട്രാവൽ ചെയ്യണതാണെങ്കിലും ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നേ മതിയാവുള്ളൂ. സത്യം.
സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനുണ്ട്. ഞാനും അമ്മയും കൂടി ഇൻ്റർനാഷണൽ ട്രിപ്പിൽ പോകാമെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഞാൻ തനിയെ പോണ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ടുപോണ പോലെയാണ്. പക്ഷെ ഞാനിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. എനിക്ക് പഠിക്കാമല്ലോ. ഒരു തവണ പോയി വരുമ്പോൾ എന്തായാലും തനിയെ പോയി വരുമ്പോൾ എനിക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ കാര്യത്തിലും ആ ഒരു സേഫ് ഫീലിംഗ് ഉണ്ടാവും. ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഇതിൽ കവേഴ്സിലാണ് പാക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഓരോന്നും എടുക്കാൻ എളുപ്പമുണ്ട്. ഇതിപ്പോൾ ഞാൻ അവിടെ പോയ വീട്ടിലിടാനുള്ള ഡ്രസ്സും സ്വിംസ്യൂട്ടും ജിം ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ള. ജപ്പിൽ പോകുന്നൊക്കെ സംശയം. പക്ഷേ എന്നാലും അത് വലിയ ഹോട്ടലാണ്. ഞാൻ നോക്കിയപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ ഇൻ സിംഗപ്പൂർ. ഞങ്ങൾ കഴിഞ്ഞ അവിടെ സിംഗപ്പൂർ പോയപ്പോൾ ആക്ച്വലി ഒരു 3 സ്റ്റാറൊക്കെ, പക്ഷെ നമ്മുടെ നാട്ടിലൊരു 1 സ്റ്റാറിൻ്റെ വലിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര കോസ്റ്റ്ലിയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഇത് ഞാൻ അവിടെ പോകുമ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിന്, അതായത് ക്രൂസിൽ പോകുമ്പോഴും പിന്നെ അവിടെ ഞാൻ ഫ്ലവർ ഡോമിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് മൊത്തം അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. ഇത് 2 ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റേ ക്രൂസിൻ്റെ അവിടെ അവർ ഫ്ലാറ്റ്സ് ഇട്ടിട്ട് വന്നാൽ മതി, കുറേ നടക്കാണ്ടെന്ന് പറഞ്ഞു. ഇത് വന്നിട്ട് നമുക്ക് അവിടെ പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളുമാണ്. പിന്നെ ഇത് വന്നിട്ട് ഷോർട്ട്സും അതേപോലെ തന്നെ അതിന് വേണ്ട ടോപ്സും. ഇത്ര ഔട്ട്ഫിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. ഇടാൻ പറ്റും, ഇടാവുന്ന എത്ര ഇടാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കണത്. പിന്നെ ഞാൻ ഈ ഒരു ബാക്ക് പാക്ക് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ അവിടെ നമ്മളൊരു ബ്ലാക്ക് ബാക്ക് പാക്കല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആയിരുന്നു. ഇത് പ്യൂമയുടെ ആണ് കേട്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യണ സമയത്ത് എനിക്ക് ബാക്ക് പാക്കാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ഒരു സ്ലിംഗ് ബാഗ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഗംഗയുടെ ഇതിന് എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ ഇത് തന്നെയാണ് എടുത്തിരുന്നത്. ഇത് നല്ല കംഫർട്ടബിൾ, അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെന്താ മേക്കപ്പ്. ഇത് ഇങ്ങനത്തെ സ്റ്റിക്കി സാധനത്തിലാണ് കേട്ടോ എടുക്കുക, അതുണ്ട്. പിന്നെ സ്കിൻ കെയർ, പിന്നെ ജ്വല്ലറി, ബ്രഷ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, മേക്കപ്പ് ബ്രഷൊക്കെ. പിന്നെ ഇതിലൊരു സ്ട്രെയിറ്റ്നർ. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ്സസ്. പിന്നെ 3 പിൻ എടുത്താൽ നല്ല, കാരണം അവിടെ ചിലപ്പോൾ നമ്മുടേത് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്യുമ്പോഴേ. പിന്നെ ഹെയർ ആക്സസറീസ്, അങ്ങനെ ഇത്രയും സാധനങ്ങൾ 30 കിലോ വരെ കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഒരു കുടയുണ്ട്. പിന്നെ ഫാനൊക്കെ ഇതിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഇതങ്ങനെയാണ് വന്നിരിക്കുന്നത്. സേ ഹായ് ഗൈസ്. ഹായ്. ഞാൻ നാളെ പോണേയാണ്. സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷം. ശരിക്കും സത്യം പറയാം, ഞാൻ തന്നെ പോണേൽ പേടിയില്ലേ? ലൈക്ക് ഞാൻ അമ്മേനെയും കൂട്ടി പോണേൽ പേടിയില്ലേ? അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി പേടിയുണ്ട്. ചേട്ടായിരുന്നു പേടിയുണ്ട്. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പോണ്ടെന്ന്. അപ്പൊ ഞാൻ സ്ത്രീ വിരുദ്ധനാന്ന് പ്രഖ്യാപിക്കൂലോ. നീ ഭയങ്കര ഇൻഡിപെൻഡന്റ്, ഞാൻ സ്ട്രോങ്. പക്ഷെ എനിക്ക് ലോജിസ്റ്റിക്സ് ഭയങ്കര ഹാർഡാണ്. എനിക്ക് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് പോവാ. പിന്നെ അവിടെ ഇറങ്ങി ഇനി ക്യാബിൻ്റെ ആളെ കണ്ടുപിടിക്കണം. പിന്നെ 2 ദിവസം നമ്മൾ ഫുൾ ട്രാവലല്ലേ, കറങ്ങാൻ പോവല്ലേ. അപ്പൊ അതിന്റെ ക്യാബ്, അവിടെ ഇറങ്ങി നടന്നു പോവാ, അതൊക്കെ എനിക്ക് ഭയങ്കര. ഇത് തനിയെ ഒരു വഴി കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന കേസല്ല കേട്ടോ ഈ പറയുന്നത്. സ്പോൺസേർഡ് ആയിട്ടുള്ള ട്രിപ്പിന് അവര് തന്നെ അറേഞ്ച് ചെയ്യുന്ന ക്യാബ് ഡ്രൈവറെ അവിടെ നിന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അവിടെ അവര് പറഞ്ഞ് കണ്ടുപിടിക്കണ്ടേ. എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഏട്ടനുണ്ടായിരുന്നു ഈ ട്രിപ്പ് നമ്മൾ ഒരുമിച്ച് പോയായിരുന്നു. സ്ട്രോങ് ഇருக்கு, ഇൻഡിപെൻഡന്റ് ഇருக்கு. ഞാൻ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ. உங்களுக்கு பிரின்சஸ் ட்ரீட்மென்ட் கேக்குதா? പെണ്ണുങ്ങൾ അങ്ങനെയാ. യു ഷുഡ് ഗിവ് us that. യെസ്, നിങ്ങൾ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമണാന്ന് പറയും, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ല. കുഞ്ഞുന് ആഗ്രഹമുണ്ടോ കുഞ്ഞിന്റെ ബോയ് ഫ്രണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യണം? I won't have a boyfriend. ഇത് കണ്ടാ നമ്മൾ റെക്കോർഡാട്ടാ. അല്ല പക്ഷെ ഞാൻ അംഗീകരിക്കും. ഞാൻ പക്ഷെ തന്നെ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട് ഇല്ലേ, വർക്ക് ട്രിപ്പിനും അല്ലാണ്ടും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്കതൊക്കെ ബുദ്ധിമുട്ടാന്ന് ഞാൻ പറയായിരുന്നു. എൻ്റെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യാറില്ല. എൻ്റെ ബ്രെയിൻ ലൈനിൽ സ്പേസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ബ്രെയിനൊക്കെ ഉണ്ട്. നിങ്ങളുടെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ പിടിച്ചത്. ഞാൻ പോണേനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് നിങ്ങൾ കരയണം. ABCD. ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? ഈ 5 ദിവസം നിങ്ങൾ എന്താ ചെയ്യാം? ഈ 5 ദിവസം സമാധാനത്തിന് 5 ദിവസമായിരിക്കും. ഞങ്ങൾ ഡെയിലി പുറത്തുനിന്ന് 3 നേരം ഭക്ഷണം കഴിക്കും. ഫുൾ മൂവീസ്. കുഞ്ഞു കളിക്കാൻ പോകും. പരീക്ഷയുള്ള ദിവസം മാത്രം കുഞ്ഞു സ്കൂളിൽ പോകും. അല്ലാത്ത ദിവസം മൊത്തം ചെറിയ പന്നിപ്പൊളി. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഏട്ടന് റെഡ് ഫ്ലാഗ് ആയിട്ട് പറയൂട്ടാ. ഞാൻ റെഡ് അല്ല, ഞാൻ ഡീപ്പ് മെറൂൺ. അസ്വി മലയാളത്തിന്റെ ഭർത്താവ് സ്വയം ഒരു ഡീപ്പ് മെറൂൺ ഫോറസ്റ്റ് പ്രഖ്യാപിച്ചു. നമ്മള് ഗംഗയുടെ കല്യാണത്തിന് പോയി വന്നിട്ടില്ലേ, വേറെ ചാനലുകാരൊക്കെ എടുത്തിട്ട് ആരുടെ ഡ്രസ്സാണ് ഏറ്റവും നല്ലതെന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട്
അല്ലെങ്കിലേ ഷർണിക്ക് നമ്മുടെ ചാനൽ എല്ലാത്തിനും നമുക്ക് മൊത്തം ഹെയ്റ്റ് ആയിരുന്നു പാവം. എന്നിട്ട് പക്ഷെ ശരിക്കും എന്തായിരുന്നു ആ ഡ്രസ്സിന് കുഴപ്പം? അത് ചേരുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ ആട്ടോ, പക്ഷെ ബോഡി ഷെയിം ചെയ്യുന്നതിനോട് എനിക്ക് അത്ര അഭിപ്രായമില്ല. ചേരുന്നില്ല എന്ന് എൻ്റെയാണ്. എനിക്ക് മനസ്സിലായി നമ്മളൊക്കെ ഇങ്ങനെ പബ്ലിക്ലി വന്ന് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ചോയ്സസ്, ഇന്ന രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും അതിനെ കോമെൻറ്റ് ചെയ്യാം. അത് ഞാൻ ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. പക്ഷെ ഒരു ലൈനുണ്ട്, ചില വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന് എനിക്ക് ഇത് തോന്നുന്നു ചേരുന്നില്ല, നിങ്ങൾക്ക് ഭംഗിയില്ല, അതൊന്നും. ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിലും നമ്മൾ കാർത്തികിൻ്റെ കല്യാണത്തിൽ എന്തെങ്കിലും നല്ല ചീത്തവിളിയായിരുന്നു. അപ്പോൾ അത് പ്രശ്നമില്ല, അത് ഞാൻ അപ്പോളജൈസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഔട്ട്ഫിറ്റല്ലട അത് മാറി നമ്മൾ ഒരു കാര്യം വിചാരിച്ചാവും ചെയ്യണ്ടാവും, പിന്നെ അത് നേരെ തിരിഞ്ഞു വന്നിരിക്കും. ഒന്നാമത് ഈ 12 മണിക്കൂറിലല്ലേ ഈ ഔട്ട്ഫിറ്റ് കിട്ടുന്നത്, ഒരു തവണ പോലും ഇട്ടുനോക്കിണ്ടാവില്ല. എല്ലാവർക്കും നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും. വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ വാക്കുകൾ, മനുഷ്യത്വം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും ഒന്നും പറയരുതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആക്ച്വലി എന്നെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ കൂടുതൽ വിഷമമാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഞാൻ പക്ഷേ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവന്റിൻ്റെ സമയത്ത് പറഞ്ഞു ശരി തവണ നീയാണോ നോക്കോ എന്ന് ഞാൻ പറയാം. അപ്പോൾ ശരണ്യ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ അവൾ കൂളാട്ടോ, നമ്മൾക്ക് പിന്നെ ഇത്രയും കാലമായിട്ട് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് അവളും ആ സെൻസിൽ എന്നെ എടുത്തിട്ടുള്ളൂ. അവൾക്ക് ഒരു വിഷമം അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്കാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, അത് കൂളാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും ഞാൻ പോവാടിന് ടെൻഷൻ സത്യസന്ധമായിട്ട് പറയാം. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയും കണ്ടൊക്കെ പോയി വരണം. ഞാൻ ക്രൂസൊക്കെ വ്ളോഗ് ചെയ്ത് അടിപൊളി. എൻ്റെ ഓപ്പർച്യൂണിറ്റി പോയതിനെ കുറിച്ച് എന്താ എന്തെങ്കിലും പറയാം? അതൊരു നല്ല അവസരമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവന്യൂന്നോ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ചില സമയത്ത് ഇനി എനിക്ക് അങ്ങനെ കിട്ടും. ഇതെന്ന് നീ പഠിക്കേണ്ട ഒരു കാര്യം, യു ആർ കേപ്പബിൾ ഓഫ് ഗെറ്റിംഗ് ദിസ്. നീ ഹൗ ടു ഹാൻഡിൽ ദിസ് എന്നുള്ളത് നീ ഇപ്പോൾ പഠിക്കുകയും ചെയ്തു. ഇനി അടുത്തൊരു ഓപ്ഷൻ ഇതേപോലെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ യു ഷുഡ് ഗ്രാബ് ഇറ്റ് സ്ട്രെയിറ്റ് അവേ. വേറെ ഒന്നും നോക്കണം. ഞങ്ങളെ രണ്ടുപേരെയും നോക്കുക വേണ്ട, യു ഗോ അഹെഡ്. ഞാനൊരു റെഡ് ഫ്ലാഗ് ആണ്, ഞാനൊരു ബീട്രൂട്ടാണ്. ഐ പ്രിഫർ ടു ബി എ റെഡ് ഫ്ലാഗ്. ഞാൻ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ നല്ല നോക്കി പോയി കറക്റ്റായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തിരിച്ചു വരും. അങ്ങനെയാണ് വേണ്ടേ മോളെ? കുഞ്ഞുവിന് അമ്മയോട് എന്താ പറയാള്? ബൈ ബൈ. ബൈ ബൈ അങ്ങനെ പൊക്കോ. വേറെന്താ പറയാളെ? ഹാപ്പി യു ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. മറ്റേ ഓപ്പർച്യൂണിറ്റി പോയാലും യു ഗോട്ട് ദിസ് ആൻഡ് ദിസ് ആക്ച്വലി കൂടുതൽ ലാഭാണ്. അതെന്താ 2 days അവിടെ കറങ്ങാൻ പറ്റും, അതൊരു കാര്യം. പക്ഷെ മറ്റേ ഓപ്പർച്യൂണിറ്റി പോയതിനെ കുറിച്ച് ഭാവിക്ക് എന്താ പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ 100 തവണ വീണ 101 തവണ നീക്കും. നമ്മുടെ ബേബിയാണ്, നമ്മുടെ ബേബി. അപ്പോൾ ഞാനിതൊക്കെ പെട്ടിയിലേക്ക് ആക്കി വെക്കുക. അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ സ്ട്രീറ്റ് ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ. പിന്നെ അമ്മ സ്വിംസ്യൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വിംസ്യൂട്ട് എന്ന് വെച്ചാൽ പാൻറ്റും ടോപ്പ് ഇട്ടു. അമ്മയ്ക്ക് നന്നായി നീന്താനറിയാം, എനിക്കറിയില്ല. ഞാനാണ് ഭംഗിയുള്ള സ്വിംസ്യൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ താറാവിനെ പോലെ നടക്കും. പക്ഷേ ഏട്ടനും ഇമ്മക്കുട്ടി സ്വിമ്മിങ്ങിന് ചേരുകയാണ്. അപ്പോൾ ഞാനും അടുത്ത മാസം കാര്യം പറയട്ടെ, അമ്മ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും പറഞ്ഞിരുന്ന അത് ഞാൻ പറയുകയും ചെയ്തു. എപ്പോഴും അച്ഛൻ പറയായിരുന്നു സിംഗപ്പൂർ കൊണ്ടുപോകാ എന്നുള്ളത്. പക്ഷെ നടന്നില്ല. നിനക്ക് വണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ നിനക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന്? Of all the YouTubers, how did you get it? അത് ശരിയാ. മോലൂസിന്റെ കണ്ണിനെ ഞാൻ പാടിയ നമുക്ക് ഞാൻ പാടിയ. അപ്പം അങ്ങനെ, അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സേഫായിട്ട് പോയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ അൺഹെൽത്തി ഫുഡ് കഴിക്കരുത്. ഒരു നേരം കഴിച്ചോളൂ, ഒരു നേരം ഹെൽത്തി ഫുഡ് കഴിക്കാം. അൺഹെൽത്തി കഴിക്കരുത്, സമയത്തിന് ഉറങ്ങണം. പിന്നെ മറ്റു സിനിമയും കണ്ടിരിക്കരുത്. ഞങ്ങളിപ്പോൾ റോസ്ലിനും കണ്ടു നിർത്തിയുള്ളൂ, അടിപൊളിയായിരുന്നു. ഇഷ്ടമായ പൊന്നുവിന്? നല്ല ഇഷ്ടായി. അപ്പം അങ്ങനെ ഇത് പറയരുത്, സ്പോയിലർ കേട്ടത് അത് കട്ട് ചെയ്യാം. അപ്പം അങ്ങനെടാ. അപ്പോൾ അത്രയേ ഉള്ളൂ.
സിംഗപ്പൂര് ഇതിൽ എന്താണോ മറ്റേ തായ്ലാൻഡ് കപ്പുങ്ക അങ്ങനെ എന്താ പറയൂലേ, അതുപോലെ ഇതിൽ എന്താണാവോ. ഇത് കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതും യൂട്യൂബിൻ്റെ ഒരു വലിയൊരു ഭാഗം വഹിക്കുന്നൊരു ട്രിപ്പാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. സാധാരണ ഇങ്ങനെ പറയും ആളുകൾ പറയരുത് എന്ന്, പക്ഷെ എനിക്കങ്ങനെ പാടാട്ടോ. എനിക്ക് അടുപ്പുള്ളവരും അതുപോലെ വീഡിയോയിലാണെങ്കിലും എനിക്ക് പറയാൻ തോന്നുന്നു. എനിക്കങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇതാക്കാൻ ഭയങ്കര പാടാം. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർ നല്ലതാ വിഷ് ചെയ്യുന്നതെന്നാണ് അതങ്ങനെ പറയാണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കണ്ണു വയ്ക്കുക, എനിക്കതൊരു ഭയങ്കര കണ്ണ് വെക്കൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇല്ലേ, അതില്ലാത്ത ഉണ്ട് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പറഞ്ഞോട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇല്ലാന്ന് എന്നുവെച്ചാൽ അങ്ങനെ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ അങ്ങനെ ആരെങ്കിലും ഡെലിബറേറ്റ്ലി ഇയാൾ അങ്ങോട്ട് പോവാണോ എന്നാൽ അങ്ങനെ പോവാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കില്ല. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വിചാരിച്ചാലോ അവര് വിചാരിച്ചോട്ടെ, അത് നമ്മളെ ബാധിക്കില്ല. അത് നമ്മളെ ബാധിക്കില്ല. അത് അവരുടെ പീസ് ഓഫ് മൈൻഡിനെ അല്ലേ ബാധിക്കുള്ളൂ. എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഈ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ നമുക്ക് എതിരെ അല്ലെങ്കിൽ ഭയങ്കര ദുഷിച്ച മനസ്സോടെ ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ വിചാരിച്ചാലും നമ്മളെ അത് എഫക്റ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു ഓറയുണ്ടല്ലോ. ഓഹോ, അന്ത വഴി പോറയാ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പോസിറ്റീവ് ഓറ ആ നെഗറ്റിവിറ്റീനെ തട്ടിത്തെറിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ ചോദിക്കും വെറുതെ അല്ലേ ഓപ്പർച്യൂണിറ്റി പോയത് നന്നായുള്ളൂ. അല്ലാട്ടെ, എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം നമുക്ക് മനുഷ്യന്മാരോട് ഒരു ഇത് തോന്നണ്ടേ. ഇപ്പൊ നമ്മൾ ഓറ കുറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഒത്തിരി ഓറ ഫാമിംഗ് നടത്തി വീണ്ടും. അതെ, അല്ല നമുക്ക് ചുറ്റിനും ഒരു പോസിറ്റിവിറ്റി, നമുക്ക് നല്ലതാണ് വരിക. നമുക്ക് അങ്ങനെ ഒരാള് നശിച്ചു പോട്ടെ. ആക്ച്വലി ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് മുട്ടയും മുടിയും കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ. അമ്മ മുറ്റത്ത് അടിച്ചു വരുന്ന സമയത്ത്, ഞാൻ ഗോവയിലുണ്ടായിരുന്ന സമയത്ത്. അത് കറുത്ത കപ്പുങ്കയാണോ, അത് കറുത്തെന്തോ അങ്ങനെ എന്തോ മുട്ടയായിരുന്നു. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല കാരണം കലയാണ്. പക്ഷെ അങ്ങനെയാണ്. അപ്പം എൻ്റെ അച്ഛനും പറഞ്ഞു അതൊന്നും വരാൻ പോണില്ല, ഈ ആരെന്ത് മുട്ട കുഴിച്ചാലും അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം മനസ്സിലായില്ല എനിക്ക് ഈ പോസിറ്റിവിറ്റി എവിടെ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ പിന്നെ ഓരോ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിലും അങ്ങനെ പറയില്ല, അല്ലെ കണ്ണ് വെക്കും അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ അവിടെയും അങ്ങനെ പറയില്ല. അച്ഛൻ ഒട്ടും ഇതാക്കില്ല. ഞാൻ ന്യൂ ഇയറിൻ്റെ സമയത്ത് തന്നെ ഒരു ന്യൂ ഇയർ സമയത്ത് നമ്മൾ യാത്ര ചെയ്യായിരുന്നു കേട്ടോ ട്രെയിനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞേ ഈ ന്യൂ ഇയറിൻ്റെ സമയത്ത് തന്നെ ട്രെയിനിൽ ഇനി എല്ലാ വർഷവും എനിക്ക് ഈ വർഷം മൊത്തം യാത്ര ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയിട്ട് നീ ന്യൂ ഇയർ ടൈമിൽ ടോയ്ലറ്റിലാന്ന് വിചാരിക്കുക, എന്ന് ഈ വർഷം മൊത്തം നീ ടോയ്ലറ്റ് ഇരിക്കുമെന്ന് ചോദിച്ചു. ഇതിനെയാണോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്? പക്ഷെ അതെന്നെ കണ്ണ് തുറപ്പിച്ചു. ഇത് പോസിറ്റിവിറ്റി ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ്. അച്ഛൻ അങ്ങനെ ഒട്ടും ഇതാക്കാറില്ല. അച്ഛൻ ഭയങ്കര കോമഡി ആയിട്ട് എല്ലാത്തിനും എടുക്കാറുള്ളത്. അപ്പം അങ്ങനെ കുഞ്ഞുന് വിശ്വാസം ഉണ്ടോ ഈവിലായി? ശരിയാ, ഉള്ളതിൽ എനിക്കായിരിക്കും. കാരണം എനിക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചിലതിങ്ങനെ എഫക്റ്റ് ചെയ്യുമ്പോൾ തോന്നാറ്, ഞാനിങ്ങനെ പറയും വീട്ടിൽ കണ്ണ് വെച്ചാണ് കേട്ടോ, കണ്ണ് ഇങ്ങനെ പറയും. കണ്ണ് വെക്കലൊന്നും ഇല്ല. വീടിന്റെ ഇത് വന്നതാ. അപ്പൊ അമ്മ പോവാണ് മോളെ. ലവ് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരുടെ സ്നേഹവും അതേപോലെ തന്നെ സപ്പോർട്ടും ആണ് നമുക്കിങ്ങനെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരണേ. ആ സ്നേഹവും നന്ദിയും കടപ്പാടും എന്നും എനിക്കുണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ ബൈ.